عليكم ورحمة الله تعالى وبركاته. بسم الله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, കലയും സാഹിത്യവും നിറഞ്ഞൊഴുകുന്ന ഈ ഈദ് റബീഇന്റെ പ്രൗഢമായ വേദിയിൽ ഇസ്ലാം പ്രകൃതിയുടെ മതം എന്ന വിഷയത്തിൽ ഒരു അല്പം സംസാരിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ നിർത്താം. പ്രകൃതി ഇസ്ലാമിന്റെ മതം എന്ന് പറയുന്നതിൻ്റെ മുമ്പ് പ്രകൃതിയെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഇസ്ലാമിനെ സംവിധാനിച്ചതും അവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പ്രപഞ്ചത്തിന് എതിരായിക്കൊണ്ട് ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിൻ്റെ ആദർശത്തെ പഠിക്കുന്നവർക്ക് ഇത് വ്യക്തമായി അറിയുന്നതാണ്. പ്രകൃതി എന്നുള്ളത് ഒരുപാട് ഭാഗങ്ങളിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതിലൊരു ഭാഗം എന്നുള്ളത് പരിസ്ഥിതി എന്നുള്ളതാണ്. പ്രകൃതിയുടെ അകവും പുറവും അസ്വസ്ഥമാവാതെ പരിരക്ഷിക്കുന്നതിനാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത്. ഖുർആനിന്റെയും തിരുചര്യയുടെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയും നമ്മൾ ഒന്ന് വീക്ഷിക്കുമ്പോൾ പ്രകൃതി എന്നുള്ളത് സ്നേഹവും പരിസ്ഥിതി എന്നുള്ളത് സൗഹാർദ്ദവുമാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് വരുന്നതിന് മുമ്പ്, അതായത് കുറച്ച് കാലങ്ങൾക്ക്, എത്രയോ കാലങ്ങൾക്ക് മുമ്പേ, മനുഷ്യനെ ഈ ഭൂമി ലോകത്ത് പടക്കുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ മലായികത്തുകളോട് പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. ഇതിന് വ്യക്തമായ തെളിവാണ് പരിശുദ്ധ ഖുർആനിലെ ബഖറ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മലായികത്തുകളോട് പറയുന്ന രംഗം. ഇങ്ങനെ പ്രതിനിധിയായി സൃഷ്ടിച്ച നമ്മൾക്ക് പ്രകൃതിയോട് ചെയ്യേണ്ട ഒരുപാട് കടപ്പാടുകളുണ്ട്. അതിലൊന്നാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിക്കുമ്പോൾ അന്ന് പ്രപഞ്ചത്തെ സ്നേഹിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ചെടികൾ നടുന്നത് കൊണ്ടായില്ല നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. മറ്റു ദിവസങ്ങളിലും അല്ലാത്തപ്പോഴും നമുക്ക് എപ്പോഴാണ് ഇടം ലഭിക്കുന്നത് അവിടെയെല്ലാം നട്ടുപിടിപ്പിക്കേണ്ട ഒരുപാട് ചെടികളും അതുപോലെ തന്നെ പ്രകൃതിയോട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളും വിട്ടുപോകുന്നുണ്ടുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഇന്ന് ലോകം അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലൊരു വൃക്ഷത്തെ അല്ലെങ്കിൽ ഒരു ചെടിയെ നിങ്ങൾ നട്ടുവിടുത്തുക എന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിനോട് കൽപ്പിച്ചിട്ടുള്ളത്. കാരണം പ്രകൃതിക്ക് ഇസ്ലാം നൽകുന്ന ഒരു വ്യക്തമായ ഒരു ആശയമുണ്ട്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് സഹജീവി സ്നേഹം എന്നുള്ളത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരും മറ്റു അമ്പിയാക്കളും അതുപോലെ തന്നെ മഹാന്മാരും മഹത്തുക്കളും എല്ലാവരുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ സഹജീവിയോട് കാണിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. പകൽ മുഴുവനും നോമ്പും രാത്രിയിൽ നിന്ന് നിസ്കരിച്ച ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. കാരണം എന്തേ? സഹജീവിയോട് ഇസ്ലാം നൽകുന്ന ഒരു വ്യക്തമായ നിലപാടുണ്ട്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുന്നത്. മറിച്ച് എല്ലാ പകലിലും വ്യഭിചരിച്ചും അതുപോലെ തന്നെ കുറ്റം ചെയ്തുകൊണ്ട് നടന്ന ഒരു സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവൾ സ്വർഗത്തിലാണ്. ഇവിടെയൊക്കെ നമ്മൾക്ക് തെളിഞ്ഞു വരുന്നത് സഹജീവി സ്നേഹം എന്നുള്ളത് അത് ഇസ്ലാം നൽകുന്ന വ്യക്തമായ ഒരു നിലപാടുണ്ട്.
മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നാട്ടുകാരെല്ലാം കുഷ്ഠരോഗം ബാധിച്ച നായയെ ആട്ടി ഓടിച്ചപ്പോൾ അവിടുന്ന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അതിനെ ശുശ്രൂഷിക്കുകയും അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അതിൻ്റെ കുഷ്ഠരോഗം മാറ്റിയിട്ട് അതിനെ പറഞ്ഞയക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തിയെ നിങ്ങൾ അത് ചെയ്തത്? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉടനെ നൽകിയ മറുപടി, നിങ്ങളെല്ലാം അതിനെ ആട്ടിയോടിച്ചപ്പോൾ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കും, നീ എന്തേ അതിനെ സംരക്ഷിക്കാത്തത് എന്നുള്ളത്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ ആശയം എവിടെ നിന്ന് ലഭിച്ചു? അതാണ് മുൻകഴിഞ്ഞ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹജീവിയോട് കാണിക്കേണ്ട എല്ലാ മര്യാദകളും ഇസ്ലാമിൽ പകർത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതിയോടും അതുപോലെ തന്നെ സഹജീവിയോടും നാം ഏറെ പുലർത്തേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു വരേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈ കൊടുക്കുന്നുണ്ട്. ആ കൈക്ക് ഒരു ഒരം കണ്ടപ്പോൾ മുത്തായ തങ്ങൾ അവിടുന്ന് ആ കൈ ചുംബിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് അധ്വാനിക്കുന്ന കൈയാണ്. കർഷകർക്കും കൃഷികൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഏറ്റവും വലിയ ആശയം നൽകുന്ന ഒരു സന്ദർഭമാണ് ഇത്. ആ വ്യക്തിയുടെ കൈ ചുംബിച്ചുകൊണ്ട് പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇത് അധ്വാനിക്കുന്ന കൈയാണ്. കർഷകർക്കും കൃഷികൾക്കും അതിനോടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാം നൽകുന്ന വലിയൊരു ആശയം ഇവിടെ തെളിയുന്നുണ്ട്. പ്രകൃതിയോട് അതിനോടുള്ള ബാധ്യത തീർക്കാൻ നാം ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.